അങ്ങനെ ഗൈസ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ 7 മണിയുടെ ബസ്സിനാണ് പോണത്. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളം കുടിക്കാതെയാണ് പോകുന്നത്. ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ് ഓൾറെഡി സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഷിനാജ് പറഞ്ഞു, നീ അതിൻ്റെ അകത്തോട്ട് കയറിക്കാൻ, ഞാൻ വേഗം പോയി നിനക്ക് കോഫി എന്തെങ്കിലും കഴിക്കാനും വാങ്ങിച്ചു തരാം, വെറുതെ വിശന്ന് അത്രയും ദൂരെ ഇരിക്കേണ്ടതാണ്. ബസ് സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു ടെൻഷനിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു കോഫിക്ക് ഒരാൾ ചായ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. ചായയാണെങ്കിൽ ഞാൻ കുടിക്കത്തുമില്ല, പിന്നെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഡ്രൈവറിന് കൊടുത്ത്. പിന്നെ സമൂസ ഉണ്ടായിരുന്നു, മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സമൂസയും കഴിച്ച് വെള്ളവും കുടിച്ച് അവിടെ ഇരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സുഖത്തിൽ ഞാൻ കിടന്നുറങ്ങി. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. നമ്മുടെ ചുറ്റിനും ബസ് ആകെ ബ്ലോക്കായിരുന്നു കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു വിധത്തിൽ ഡ്രൈവർ അത് പുറത്തിറക്കി. ഞാൻ പിന്നെ എപ്പോൾ പോയാലും സീറ്റ് കിട്ടുവാണെങ്കിൽ ഡ്രൈവറിൻ്റെ ബാക്കിലെ സീറ്റിൽ തന്നെയാണ് കേട്ടോ ഇരിക്കാറ്. അതാകുമ്പോൾ കാലൊക്കെ നീട്ടി നമുക്ക് നല്ല സുഖത്തിലിരിക്കാം. ഇപ്രാവശ്യം ഷിനാജൻ്റെ കൂടെ വീട്ടിൽ വരാഞ്ഞത് ലീവിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് എത്തിയാൽ പിന്നെ നമ്മൾ കുറച്ചധികം നേരം വണ്ടിയിൽ പോസ്റ്റ് ആയിട്ടിരിക്കണം. ബ്ലോക്കിൽ പെട്ടിട്ട് അങ്ങനെ കുറേ നേരം പയ്യെ ആയിരിക്കും ബസ് പോകുന്നത്. ഫൈനലി രാവിലെ 7 മണിക്ക് ഇറങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. നല്ല വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഓരോ സ്റ്റാൻഡിലും ബസ് നിർത്തിയെങ്കിലും ഞാൻ അങ്ങനെ എവിടെ ഇറങ്ങിയില്ല. എനിക്ക് മടിയാണ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത്രക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇറങ്ങാറുള്ളൂ. ബസ് ഇറങ്ങിയ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. വീടിൻ്റെ മുറ്റത്തെത്തുമ്പോഴും മൈൻഡിൽ ഫുഡ് കഴിക്കണമെന്നായിരുന്നു, ഫസ്റ്റ് ഫുഡ്, എന്നിട്ട് എന്തുള്ളതെന്നായിരുന്നു. കാരണം എൻ്റെ ഉമ്മ നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും യാത്ര ചെയ്ത് വന്നേലും ഇത്രയും ദൂരം, അപ്പോൾ നല്ല ടയർഡാണ്, കുളിച്ചിട്ട് കഴിക്കാമെന്ന് ഓർത്ത്. വീട് മൊത്തം തപ്പിയപ്പോൾ ഉമ്മാനെ കണ്ടില്ല. ഉമ്മ കുളിക്കുമായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ കുളിച്ച് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളെല്ലാം കൂട്ടി നല്ല വയറ് നിറച്ച് കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മൂത്തമ്മയുടെ വീട്. ഈ മഞ്ഞ നൈറ്റിയിട്ട് മഞ്ഞക്കിളിയെ പോലെ നിൽക്കുന്നതാണ് എൻ്റെ മൂത്തമ്മ. ഇതെൻ്റെ ഉമ്മായും, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മായും. എൻ്റെ മൂത്തമ്മയുടെ മോള്, ഇളയ മോള്, അതായത് എൻ്റെ അനിയത്തി, അവൾ പ്രസവിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിപ്പോയത്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹാളിലെ ഫാൻ കറങ്ങുന്നില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ അവന്മാരെ കൊണ്ട് ഞാൻ ശരിയാക്കിച്ച്. നൈറ്റ് പിന്നെ നമുക്ക് ഇതായിരുന്നു കേട്ടോ ഫുഡ്. ഞാൻ വന്നതറിഞ്ഞിട്ട് വാപ്പി ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.